അപ്പോളേ ഇന്ന് ഞമ്മള് ഐലൻഡിലാണല്ലോ. അപ്പൊ യാത്രയും ഫുഡൊക്കെ ആണല്ലോ നമ്മളെ മെയിനും. അപ്പൊ ഇവിടെ ഉണ്ട് മട്ടൻ ബിരിയാണി ബീഫ് ബിരിയാണി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഒരു ബീഫ് ബിരിയാണി ഒരു മട്ടൻ ബിരിയാണി വാങ്ങിച്ചു. തായ്ലൻഡുകാരുടെ ബിരിയാണി എങ്ങനെയുണ്ട് നമ്മൊന്നറിയാലോ. അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നാട്ടിലത്തെ പോലെ തന്നെ ചെറിയ ചെറിയ മട്ടൻ പീസ് ഉണ്ട്. പിന്നെ റൈസിന്റെ ഒക്കെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. അതിന്റെ കൂട്ടത്തിൽ ഒരു സൂപ്പ് ഉണ്ട്, പിന്നെ ഒരു ചട്നി. എൻ്റെ സൂപ്പർ സൂപ്പും എടുക്കും. കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ്. പിന്നെ അതാ എന്താ പറയാ, ഉള്ളി ഇങ്ങനെ കുറച്ച് വാട്ടിയിടുകയൊക്കെ ചെയ്തേക്ക്. പിന്നെ രണ്ട് മട്ടൻ പീസ്, ചെറിയ സലാഡ്, കാര്യങ്ങളൊക്കെ. ഏതായാലും സൂപ്പർ സ്പൂണോട് കുടിക്കട്ടെ. വള്ള അടിപൊളി സാധനം. ഇനി മട്ടൻ്റെ ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാല് കുറച്ച് ചട്ടിനി ഒഴിച്ച് ഈ ഉള്ളിയുടെ ഇതൊക്കെ കൂട്ടി ഈ മഞ്ഞ നിറത്തിലുള്ള റൈസും കൂട്ടിയിട്ട് എന്താ സാറയാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. പക്ഷെ ഇവിടെ രസം, ഇവിടെ അപ്പുറത്തിരിക്കുന്ന താടി ആൾക്കാർ എന്താണ് ഇവര് ചെയ്യണതെന്ന് നോക്കിയിട്ട് ഒരു കുറവാകുക. പക്ഷെ അടിപൊളി മട്ടൻ ബിരിയാണി. ഏതായാലും റൈസ് ഒന്നും തന്നെ, ഞാൻ ബീഫിന്റെ ഒരു പീസ് കൂടി എടുക്കാം. അടക്ക് എന്റെ ബീഫ് കൂടി ഞാൻ തിന്നാന്നാണ് ഇപ്പൊ ഞാൻ പറയണത്. ബീഫും രുചിയും ഒക്കെ നമ്മുടെ നാട്ടിൽ അതിന് മസാല ഒന്നും ഓവറിട്ടങ്ങാണ്ട് വെറുപ്പിച്ച് നാശമാക്കില്ല. ഒരു മാന്യമായ ഫ്ലേവർ, ആ ഇറച്ചിക്ക് അതേ ഫ്ലേവർ. ശരിക്കും ബീഫിനെക്കാട് ഇഷ്ടമായത് മട്ടനാണ്. അടിപൊളി. ബിരിയാണി പോയ പോക്കണ്ടില്ല. എന്ത് ടേസ്റ്റാ. നാട്ടിലൊക്കെ പറ്റും. ആരെങ്കിലും അങ്ങനത്തെ ബിസിനസ് ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നാട്ടിൽ ട്രൈ ചെയ്തൊക്കെ. അതിനുശേഷം ഒരു പൊറാട്ട ചീസ് വാങ്ങി. അതായത് ചീസി പൊറാട്ട എന്ന് പറയും. കൊണ്ടേ വെച്ചതേ ഓർമ്മ പകുതിയായി. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് വെച്ചാൽ മെൽറ്റായി പോകുന്നൊരു ഫീലാണ്. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. ഇതൊക്കെ എന്തുകൊണ്ടെന്നാണ് ഇത് നമ്മളെ റൊട്ടി, ചീസ്, ഹണി, അതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ പോലെ മിൽക്ക് മേഡൊക്കെ ചേർത്തിട്ട് നാട്ടിലത്തെ പോലെയുള്ള റൊട്ടിയല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലെയർ ആയിട്ടുള്ള അടിപൊളി റൊട്ടി. അപ്പോൾ ചീസ്